ഹായ്, എസ് വി ഉള്ളയാണ്. മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലിട്ട ഒരു ആക്ഷൻ ഞാൻ മനസ്സിലാക്കുന്ന അത് ഓൾട്രേഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്ന സന്ദർഭത്തിൽ അദ്ദേഹം കണ്ണിറുക്കി കാണിച്ചുകൊണ്ടൊരു ആക്ഷൻ ഇട്ടു. ആ ആക്ഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ട്രെൻഡാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റയിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരെല്ലാവരും ഒരു നൈസ് പെഗിൻ്റെ വേണോ എന്നൊരു ചോദ്യത്തിലേക്ക് മാറ്റിയിരിക്കുന്ന ആ ദൃശ്യം, അതായത് ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സതീശൻ കാണിച്ച ആക്ഷനും നല്ല രസമായിരുന്നു. ആ ആക്ഷനെ എത്ര വിദഗ്ധമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം. മനുഷ്യരുടെ ഏത് കാര്യത്തിലും ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ ശേഷിയുള്ളവരാണ്, അതിന് ഒരു തമാശ സൃഷ്ടിക്കാൻ ശേഷിയുള്ളവരാണ് നമ്മുടെ സമൂഹം എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു ചോദ്യത്തിന് ഒരു മീൻസ് ഓൾട്രേഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യത്തിന് കാണിച്ച ഒരു സാധാരണ ഒരു ആക്ഷൻ, ഒരു കണ്ണുകൊണ്ടുള്ള ഒരു ആക്ഷനെ എങ്ങനെയാണ് അത് ആഘോഷിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ നോക്കി. ഈ രണ്ടെണ്ണമല്ല, ഇത് ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം വീഡിയോകളുടെ പല പല വേർഷനാണ്. ഒരു ആക്ഷൻ എങ്ങനെയാണ് മൈന്യൂട്ടായിട്ട് നോക്കിയതിന് ശേഷം അതിനൊക്കെ ഒരു ട്രോൾ വീഡിയോ ഉണ്ടാക്കാനുള്ളൊരു മനോഭാവവും അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും പീക്കസ്റ്റ് ലെവലാണെന്ന് പറയേണ്ടി വരികയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് കാര്യത്തിലും ഒരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ഒരു കഴിവിനെ അപ്രിഷ്യേറ്റ് ചെയ്തേ മതി. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഒരു ക്യാമറകൾക്ക് മുന്നിൽ സതീശൻ ഒരു കൃത്യമായിട്ട് ചില കാര്യങ്ങൾക്കൊക്കെ PR ആണല്ലോ മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ആക്ഷനൊക്കെയാണ് ഈ കൊടുക്കുന്നത്. പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ രീതിയിൽ അദ്ദേഹം കാണിച്ച ആക്ഷനുകളെയെല്ലാം ഇന്നിപ്പോൾ ഒരു പെഗ് വേണോ എന്ന് ചോദിച്ചതിന് ശേഷം ആ പെഗ് വേണ്ടതിന് വേണ്ടി സതീശൻ കാണിക്കുന്ന ആക്ഷനാക്കി അതിനെ മാറ്റാനുള്ള ആ വിരുദിനെ സമ്മതിച്ചേ മതിയാവുള്ളൂ. ഇതൊക്കെ ഒരു വ്യക്തിയെ ഇത് പരിഹസിക്കാൻ വേണ്ടിയല്ല, ഓരോ മീൻസ് എല്ലാത്തിലും നമ്മൾ ഈ മസിൽ പിടിക്കുന്നതിനേക്കാൾ കൂടുതലൊക്കെ ഇത്തരം സന്തോഷകരമായിട്ടുള്ള ട്രോളുകളായി മാറുന്നത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ സതീശനെ സംബന്ധിക്കുന്നിടത്തോളം ഗുണകരമാണ്. എന്നാൽ കാഴ്ചക്കാരെ സംബന്ധിക്കുന്നിടത്തോളം കുറേ കൂടെ ആസ്വാദികരമാണ് ഇത്തരം ട്രോളുകൾ എന്ന് പറയുന്നു. എന്തായാലും അത്തരം ട്രോളുകൾ നിർമ്മിക്കുന്നവരുടെ ആക്ഷനെ സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. അവരുടെ ആ ക്രിയേറ്റിവിറ്റിയെ അതിനെ അംഗീകരിക്കാതിരിക്കാൻ തരമില്ല.